പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഭാഗ്യം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അങ്ങയുടെ വലിയ കൃപയും ഇടപെടലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളായി ഞങ്ങൾ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അന്നു വേണ്ട ആഹാരത്തിനു വേണ്ടി അങ്ങ് പറഞ്ഞില്ലേ പിതാവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കാൻ. ഈശോയെ, അങ്ങയുടെ ആഹ്വാന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകി കൃപയായി, അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി, ജീവനായി ഞങ്ങൾക്ക് വേണ്ടത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, പിതാവേ, ഉണ്ണീശോയെ, തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യ മാതൃക സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിശക്തമായ ദൈവകൃപകൾക്ക് വേണ്ടി, അന്നു വേണ്ടി ആഹാരമാകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മിലും നമ്മുടെ മക്കളിലും മാംസം ധരിക്കാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയോട് കൂടിയായിരിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന മേഖല വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനമാണ്. നമ്മോട് ഇങ്ങനെ കാണുന്നത്, അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു വലിയ വചനത്തിന്റെ അഭിഷേകം നമ്മൾ ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സുബോധം ഉണ്ടായി. ഇന്ന് നമ്മുടെ ഒത്തിരി മക്കൾക്ക്, സത്യം പറയട്ടെ, സുബോധം പോയി എന്ന് പറഞ്ഞാല് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പഠനത്തിൽ താല്പര്യമില്ലാത്ത മക്കള്, ഫുൾ ടൈം മൊബൈൽ അടിമപ്പെട്ട് കിടക്കുന്ന മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി അപ്പനും അമ്മേനെ വിട്ടും വഴിയിറങ്ങി പോകുന്ന മക്കള്, പടിയിറങ്ങി പോകുന്ന മക്കള്, മദ്യത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോകുന്ന മക്കള്, ഒത്തിരിയേറെ പാപത്തില്, മ്ലേച്ഛതയില്, അശുദ്ധിയില്, പരീക്ഷയിലൊക്കെ തോറ്റു തുന്നം പാടിയിട്ടും പഠിക്കാൻ മനസ്സില്ലാത്ത വിധത്തില് എന്തോ കെട്ടപ്പെട്ട് കിടക്കുക. ദൂർത്തപുത്രന്റെ സംഭവം നമ്മൾ ഇവിടെ കാണുന്നത്. അവൻ അപ്പന്റെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു. ഈ അപ്പനെ വിട്ട് അപ്പന്റെ സമ്പത്തെല്ലാം നശിപ്പിച്ച് ഒത്തിരി മക്കള് പഠിക്കാൻ പോയി പൈസ മുഴുവൻ നശിപ്പിച്ച് തകർത്തു കളഞ്ഞു. എന്നിട്ടും ഒരു മാനസാന്തരമോ എളിമയോ. എന്നിട്ടും അപ്പനോട് ദേഷ്യപ്പെടുന്നു, അമ്മയോട് ദേഷ്യപ്പെടുന്നു, ഒച്ചപ്പാട്, ബഹളം, ദൈവബന്ധമില്ല, പ്രാർത്ഥനയില്ല, വീണ്ടും ഡ്രഗ് അഡിക്റ്റ്, കൂട്ടുകെട്ട്, ഇങ്ങനെ പോകുന്ന എത്രയോ മക്കളാ. ഒരു സുബോധവും ഇല്ല. വന്നുപോയ വീഴ്ചകളെ ഓർത്തോ, കിടക്കുന്ന അവസ്ഥയെ ഓർത്തോ, നശിച്ചു പോകുന്ന അവസ്ഥകളെ കുറിച്ചുള്ള ചിന്ത പോലുമില്ല. കണ്ണുകെട്ടി അന്ധമാക്കപ്പെട്ട അവസ്ഥയിൽ ബോധം പോലും ഇല്ലാതെ, ഒരു പ്രായോഗിക ബുദ്ധി പോലും ഇല്ലാതെയാണ് ഇന്ന് നമ്മുടെ പല മക്കളും ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ട് കിടക്കുന്നത്. നമുക്കറിയാം, ഈ മകൻ കുറെ നാള് പന്നികളുടെ കൂടെ കിടക്കുക. ഇവൻ ആരാ? അപ്പന്റെ മോൻ. ഇത്ര നല്ല അപ്പന്റെ മോനാ. അങ്ങനെ കിടക്കുമ്പോഴാണ് എന്തുണ്ടായി അവന്? അപ്പോൾ അവന് സുബോധമുണ്ടായി. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് സുബോധമുണ്ടാകാൻ വേണ്ടി. ദൈവത്തിന്റെ മക്കള്, കൂദാശ സ്വീകരിച്ച മക്കള്, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ തന്നെ സ്വന്തമാക്കി ഈശോയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കള്, നല്ല കുടുംബം, സമയം, പശ്ചാത്തലം, സാഹചര്യങ്ങള്, എന്തുമാത്രം സാധ്യതകളുള്ള മക്കള്,
കൃപയിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ, പഠനത്തിൽ വളരാൻ, ജീവിതത്തിൽ വളരാൻ ഒരു സുബോധം ഉണ്ടായാൽ മതി. ഈ മകനാഥാ ചെയ്തേ, അവൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എന്റെ അപ്പന്റെ അടുത്തേക്ക് പോകും, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് ചെല്ലും, ഞാൻ എന്റെ ഈശോയിലേക്ക് വരും, കൂദാശയിലേക്ക് വരും, ഞാൻ വഴിവിട്ട ജീവിതം വിട്ട് എന്റെ ഭവനത്തിലേക്ക് വരും. നമുക്കൊരു ജീവിതമുണ്ട്. ദൈവത്തിന്റെ ഭവനത്തില്, കൂദാശയില്, നമ്മുടെ കുടുംബത്തില്, അപ്പൻ അമ്മ കുടുംബ ബന്ധത്തില്, തിരുഹൃദയ ബന്ധത്തില്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ ഭവനമാ. ഇവിടെ എന്തുമാത്രം സന്തോഷം! നല്ല കുടുംബം, നല്ല ദേവാലയ ബന്ധം, ദൈവബന്ധം, കൂദാശ ബന്ധം, വിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ, യോസേപ്പ് പിതാവ്. ഇത് ഭയങ്കര ഒരു കുടുംബമാണ്. അവിടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എത്രയോ ദാസന്മാര്, എത്രയോ മക്കള് സുഭിക്ഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു. എന്നാൽ ഞാൻ ഇവിടെ കിടക്കാണ്, നശിച്ചു കിടക്കുക. ഈ ഒരു സുബോധം അവനെ എഴുന്നേൽപ്പിച്ചു, അപ്പന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ബാക്കി സംഭവം നമുക്കറിയാം. അപ്പൻ അവനെ സ്വീകരിച്ചു. ഇതിനെല്ലാം അടിസ്ഥാനം എന്താണ്? അപ്പോൾ അവന് സുബോധമുണ്ടായി. ഈ ഒരു സത്യം വളരെ സത്യമല്ലേ മക്കളെ? നമ്മുടെ മക്കളുടെ കാര്യത്തില് ഞാൻ ഓർക്ക്, എനിക്കറിയാവുന്ന ഒത്തിരി മക്കള് സുബോധം പോയി. നമ്മൾ ചിന്തിക്കുമ്പോ, എന്താ ഈ മക്കൾ ഇങ്ങനെ? ഒരു ബോധവുമില്ലല്ലോ കർത്താവേ. നാളെ പരീക്ഷ, രാത്രി മുഴുവൻ മൊബൈലും കണ്ടെടുക്കുന്ന മക്കൾ, എന്ത് ബോധമുണ്ട്? ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് സുബോധം കൊടുക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറച്ച് അവർ കിടക്കുന്ന പന്നിക്കുടി, അവർ കിടക്കുന്ന ചെളിക്കുണ്ട്, അവർ കിടക്കുന്ന നാശത്തിന്റെ അവസ്ഥ, ഈ മദ്യപാനത്തിന്റെ, ഈ കൂട്ടുകെട്ടിന്റെ, ഈ ജഡിക പാപത്തിന്റെ, ഈ ലഹരിയുടെ, ഈ മൊബൈലിന്റെ, ഈ മ്ലേച്ഛതയുടെ, ഈ പൈശാചികതയുടെ ഈ അവസ്ഥയിൽ കിടക്കേണ്ടവരല്ല. എഴുന്നേൽക്കണം, അപ്പന്റെ ഭവനത്തിലേക്ക് വരണം, തിരിച്ചു വരണം. ഇവിടെ സംഭവമുണ്ട്. ഈ അപ്പൻ ഇവനെ അന്വേഷിച്ചു പോയില്ല. കാരണം അവന് സ്വാതന്ത്ര്യമുണ്ട്. അവൻ തിരിച്ചു വരണം. ഇന്ന് അനേക മക്കള് പ്രാർത്ഥിക്കാൻ പറയുമ്പോ ഞാൻ പറയും, അവൻ തിരിച്ചു വരണം, അവന് സുബോധത്തോടെ തിരിച്ചു വരണം. അത് അവന്റെ ഉത്തരവാദിത്വമാ. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു സുബോധം ലഭിച്ച് അവർ തന്നെ തീരുമാനിച്ച് യഥാർത്ഥമായ ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ, മനസാന്തരപ്പെടാൻ, അപ്പനോട് പറയാൻ, പിതാവേ, അങ്ങേക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റുപറയാൻ, എളിമപ്പെടാൻ നമ്മുടെ മക്കൾക്ക് കൃപ ലഭിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈ സുബോധവും ഈ തിരിച്ചുവരവും ഈ മാനസാന്തരവും എളിമപ്പെടലും ഉണ്ടായാൽ സ്വർഗം ഇടപെടും, ദൈവം ഇടപെടും. കർത്താവിന്റെ വലിയ കൃപയിൽ പുതിയ വസ്ത്രം, പുതിയ പാദരക്ഷകൾ, പുതിയ മോതിരം, പുതിയ പുത്ര സ്വീകാര്യത ലഭിച്ച് നമ്മുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കളെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ സുബോധത്തിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു വന്നത്, നമ്മള് ഒരു തപസ് ധ്യാനം നമ്മളിവിടെ വയ്ക്കാൻ പോകാറുണ്ട്. ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസം മതി. ഒരു ശനിയാഴ്ച വൈകിട്ട് വരുന്നു, ഞായറാഴ്ച വൈകിട്ട് വരെ തപസ്, ഉപവാസ ധ്യാനം നമ്മുടെ മക്കൾക്ക് വേണ്ടി വയ്ക്കാൻ കുറച്ച് ദിവസമായി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർക്കം പുറത്തു പോകില്ല. മക്കളെ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന സുബോധം നഷ്ടപ്പെടുത്തി ഈ പിശാചിന്റെ പിടിയിൽ അമർത്തിയിരിക്കുന്ന ഈ പിശാചിനെ പുറത്താക്കാൻ തപസ് ധ്യാനങ്ങൾ ഇടയ്ക്ക് വയ്ക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. ഞാൻ ഡേറ്റൊക്കെ പിന്നീട് പറയാം. നിങ്ങൾക്ക് അതിനോട് താല്പര്യമുള്ള മക്കള് ജസ്റ്റ് അച്ഛനൊന്ന് മെസ്സേജ് വിടണം കേട്ടോ. അച്ഛന്റെ ഫോൺ നമ്പറാണ് 9846218133. മെസ്സേജ് വിട്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് അച്ഛൻ ഈ ദിവസങ്ങളിൽ പറയും. നമ്മൾ ഇത്രേ ഉള്ളൂ. ഒരു ശനിയാഴ്ച വൈകിട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ രാത്രി കുറെ സമയത്ത് പ്രാർത്ഥിക്കും, പകല് ഇന്ന് പ്രാർത്ഥിക്കും, ചില മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സാധിക്കുമെങ്കിൽ ഞാനത് ലൈവായിട്ട് ചെയ്യാനും കൂടി, കുറെ സമയങ്ങളൊക്കെ ലൈവായിട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കണം മക്കളെ. ഇത് ഭയങ്കര ആവശ്യമാ. ഈ ഒരു കൃപ, ഈ ഒരു സുബോധം, ഈ ഒരു തിരിച്ചുവരവ്, അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ആ ധൂർത്തബോധന അപ്പൻ സങ്കടപ്പെടുന്ന പ്രാർത്ഥിക്കുന്നുണ്ടാകും. ആ പ്രാർത്ഥനയാണ് അവൻ വരുമ്പോ തന്നെ ദൂരെ വെച്ച് കണ്ട് ഓടിച്ചത്, കെട്ടിപ്പിടിച്ചതൊക്കെ. അപ്പന്റെ ചങ്കിന്റെ വേദനയാണ് ഈ മകൾ സുബോധത്തോടെ തിരിച്ചു വരണം. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആഗ്രഹിച്ച് സ്വർഗീയ പിതാവിനോട്, ദിവ്യകാരുണ്യ ഈശോയോട്, പരിശുദ്ധ അമ്മയോട്, യോസേപ്പ് പിതാവിനോട്, വിശുദ്ധരോട്, മാലാഖമാരോട് ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സാധിക്കുന്ന എല്ലാ മക്കളും ഈ കാർമൽ ധ്യാനത്തിൽ വന്ന്
തപസ് ധ്യാനത്തിന് ഒന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ അതുപോലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ എളുപ്പമല്ല, പിശാച് തടസ്സപ്പെടുത്തും. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ഈ മാതാപിതാക്കളുടെ ഈ ഒരു മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ വീണ്ടും പറയാണ്, നിങ്ങൾ ഈ ചാനലും ഈ ശുശ്രൂഷയും അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് കാണുന്ന മക്കളും ഓരോ ദിവസവും 1-2 പേർക്കെങ്കിലും ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം. മക്കളെ അനേകരിലേക്ക് എത്തട്ടെ, അനേക മക്കൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തിയോടെ കരങ്ങൾ ഉയരട്ടെ. നമ്മുടെ മക്കൾ രക്ഷപ്പെടും, എങ്കിലേ രക്ഷപ്പെടൂ, വേറെ ഒരു വഴിയില്ല. ഇത് അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥന നമുക്ക് തുടരാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ ദിവ്യാനുസ്ഥാനത്തിൽ നമുക്കായിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കുന്ന അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഇന്നെന്നല്ല എന്നും ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. കർത്താവേ, സുബോധത്തോടെ തിരിച്ചു വരാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്കിന്ന് യഥാർത്ഥമായ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ പഠന മേഖലയില്, ജോലി മേഖലയില്, പ്രാർത്ഥനാ ജീവിതത്തില്, വിശുദ്ധ ജീവിതത്തില്, സ്വഭാവത്തില്, അവരുടെ ഉദ്യമങ്ങളില് കർത്താവേ, അവർ കാണുമ്പോ അല്പം പോലും ബോധമില്ലാത്ത പോലെയാണ് ഞങ്ങളുടെ മക്കൾ പലരും കാട്ടിക്കൂട്ടുന്നത്. മൊബൈൽ അടിമത്വം, തെറ്റായ കൂട്ടുകെട്ടുകള്, ഒത്തിരിയേറെ പൈശാചികമായ ലഹരിയുടെ അടിമത്തങ്ങള്, സിനിമകള്, ക്രൂരതയെ സ്നേഹിക്കുന്നവര് ഞങ്ങൾ ദിവസങ്ങളിൽ കണ്ടു. കർത്താവെ, ക്രൂരമായിട്ട് പ്രവർത്തിക്കുന്ന മക്കള്, റാഗിങ്, പൈശാചികമായ പ്രവൃത്തികൾ ചെയ്തിട്ടും യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത വിധം അന്ധമാക്കപ്പെട്ട, കെട്ടപ്പെട്ട, ബന്ധിക്കപ്പെട്ട മക്കള്. മാനസാന്തരമില്ല, പശ്ചാത്താപമില്ല, ഒരു സുബോധമില്ല. കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ധൂർത്തപുത്രന് സുബോധം നൽകി അവന് തീരുമാനമെടുക്കാനും എഴുന്നേൽക്കാനും തിരിച്ചു വരാനുമുള്ള വലിയ കൃപയും ഭാഗ്യവും ലഭിച്ചതുപോലെ യേശുവേ, ഞങ്ങളുടെ മക്കൾക്ക് സുബോധം നൽകണമേ, മാനസാന്തരം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, എളിമ നൽകണമേ, എഴുന്നേൽക്കാനുള്ള കൃപ നൽകണമേ, തീരുമാനമെടുത്ത് തിരിച്ചു വരാനുള്ള വലിയ ഭാഗ്യം നൽകണമേ. അങ്ങനെ അങ്ങിലേക്ക് തിരിച്ചു വന്ന് രക്ഷ പ്രാപിക്കുവാൻ കൃപ സ്വീകരിച്ച് പുതിയ സ്വീകാര്യതയോടെ പുതിയ വസ്ത്രം, പുതിയ പാദരക്ഷ, പുതിയ മോതിരം, പുതിയ സ്വീകാര്യത സ്വന്തമാക്കിക്കൊണ്ട് ദൈവമക്കളുടെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അതിനായി കർത്താവേ, സുബോധത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സുബോധം നൽകണമേ. ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ മക്കൾ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് അവർ കിടക്കുന്ന പന്നിക്കുഴി, ചെളിക്കുണ്ട്, കൂട്ടുകെട്ട്, ലഹരി, മദ്യപാനം, മൊബൈലിന്റെ പിടി, ജഡിക പാപങ്ങൾ, മ്ലേച്ഛ സിനിമകൾ, ജഡിക ബന്ധങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ സ്നേഹബന്ധങ്ങൾ, ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരം വിരിച്ച് പ്രാർത്ഥിക്കുന്നു. സുബോധം നൽകി ആ ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങയിലേക്ക് തിരിച്ചു വരാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സുബോധം നിറയട്ടെ, പശ്ചാത്താപം നിറയട്ടെ, തീരുമാനം എടുക്കട്ടെ. ഞങ്ങളുടെ മക്കൾ എഴുന്നേൽക്കട്ടെ, അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ, കുടുംബത്തിലേക്ക് തിരിച്ചു വരട്ടെ, പടിയിലേക്ക് തിരിച്ചു വരട്ടെ, ഉദാശയിലേക്ക് തിരിച്ചു വരട്ടെ, വിശുദ്ധിയിലേക്ക് തിരിച്ചു വരട്ടെ. കർത്താവേ, അങ്ങ് ചേർത്ത് പിടിക്കണമേ. നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, സൗഖ്യം നൽകണമേ, വിശുദ്ധി നൽകണമേ, കൃപ ചൊരിയണമേ. അതിനായി ഞങ്ങളുടെ മക്കൾ എഴുന്നേൽക്കട്ടെ, തിരിച്ചു വരട്ടെ, അങ്ങയിലേക്ക് ഓടി അണയട്ടെ. അങ്ങ് ആ മക്കളെ അതിനായിട്ട് ചേർത്ത് പിടിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഇതുപോലെ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ചെളിക്കുണ്ടില് നശിച്ചു കിടക്കുന്ന മക്കള്, സുബോധമുണ്ടാകട്ടെ. വലിതാകത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കും മക്കളെ. പ്രാർത്ഥന കൊണ്ടല്ലാതെ, ഉപദേശം കൊണ്ടോ, കരഞ്ഞത് കൊണ്ടോ, നിരാശപ്പെട്ടത് കൊണ്ടോ
പ്രാഗിയത് കൊണ്ടോ ശപിച്ചത് കൊണ്ടോ മുറിച്ചു മാറ്റിയത് കൊണ്ടോ ഒരു കാര്യമില്ല മക്കളെ. സുബോധമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കും. ഈശോയെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മക്കളോട് സുബോധം നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ദിവ്യവരങ്ങൾ ഭക്ഷിച്ച് സുബോധം നൽകി ഞങ്ങളുടെ മക്കളെ അങ്ങനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് നിർമ്മലരായി ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് ആ കൃപ സ്വീകരിച്ച മക്കൾക്ക് കൊടുത്ത മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.